പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകർക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഈ ഡെയിലി മിറർ എന്നുള്ള പ്രോഗ്രാമിലേക്ക്. ഇന്നത്തെ പരിചിന്തനത്തിന് ഞാൻ വിഷയമാക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ചില കാര്യങ്ങളാണ്. ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. 8-ാം വാക്യം മുതൽ വായിക്കാം നമുക്ക്. ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവം അല്ലാത്തവയെ സേവിച്ചു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രാപഞ്ചിക ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്ന പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സഹോദരരെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾ എന്നെപ്പോലെയാകുവിൻ. ഞാൻ തന്നെയും നിങ്ങളെപ്പോലെയാണല്ലോ. നിങ്ങൾ എന്നോട് യാതൊരു തിന്മയും പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ ആദ്യമേ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് എനിക്ക് ശാരീരികമായ അസ്വാസ്ഥ്യമുള്ള അവസരത്തിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ ശരീരസ്ഥിതി നിങ്ങൾക്കൊരു പരീക്ഷയായിരുന്നിട്ടും നിങ്ങൾ എന്നെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തില്ല. മറിച്ച് എന്നെ ഒരു ദൈവദൂതനെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ തന്നെ നിങ്ങൾ സ്വീകരിച്ചു. നിങ്ങളുടെ ആ സന്തോഷം ഇന്നെവിടെയാണ്? സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ സ്വന്തം കണ്ണുകൾ പോലും ചൂഴ്ന്നെടുത്ത് തരുമായിരുന്നെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അങ്ങനെ ഇരിക്കെ നിങ്ങളോട് ഞാൻ സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായല്ലേ? അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് സദുദ്ദേശത്തോടെയല്ല, മറിച്ച് നിങ്ങൾ അവരിൽ താല്പര്യം കാണിക്കേണ്ടതിന് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം. നല്ല കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നല്ലത് തന്നെ. എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. പൗലോസ് സ്ലീഹായി പറഞ്ഞു വരുന്ന കാര്യത്തെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ അത്രയധികം കൂലങ്കഷമായിട്ടൊന്നും ചിന്തിച്ചുണ്ടാവില്ല. ഇവിടെ ഈ ഗലാത്യയിലെ സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. പൗലോസ് സ്ലീഹ കർത്താവിൻ്റെ സുവിശേഷമാണ് പ്രസംഗിച്ചത്. ഇവിടെ പറയുന്നത് എന്താണ്? ഞാൻ ആദ്യം വന്ന് ഈ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ എന്തോ ഒരു സ്നേഹമായിരുന്നു നിങ്ങൾക്ക് എന്നോട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണ് പോലും എനിക്ക് ചുഴന്നെടുത്ത് തരുമായിരുന്നു. അത്ര സ്നേഹമായിരുന്നു. മാത്രമല്ല, ഞാൻ അന്നൊരു രോഗിയായിരുന്നു. എനിക്ക് ചില രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പറ്റുകയില്ലായിരുന്നു. ഒരുപക്ഷെ എൻ്റെ സംസാരം അത്ര വ്യക്തമൊന്നും ആയിരുന്നില്ലായിരിക്കാം. എങ്കിൽ പോലും നിങ്ങൾ അതൊന്നും പരിഗണിക്കാതെ നിങ്ങളെന്നെ സ്നേഹിച്ചു, സ്വീകരിച്ചു. ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ കേട്ടു. പക്ഷേ പൗലോസ് ചോദിക്കുന്നത് എന്താണ്? ദൈവദൂതനെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ നിങ്ങളെന്നെ സ്വീകരിച്ചു. നിങ്ങളുടെ ആ സന്തോഷം ഇന്നെവിടെ പോയി? ആ സന്തോഷം ഇന്ന് ഞാൻ കാണുന്നില്ല. സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ സ്വന്തം കണ്ണുകൾ പോലും ചുഴന്നെടുത്ത് തരുമായിരുന്നു, എനിക്ക് ബോധ്യമുണ്ട്. അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായെന്നോ? എന്ത് സത്യമാണ് പൗലോസ് തുറന്നു പറഞ്ഞത്? കർത്താവ് എന്ത് സത്യമാണ് തുറന്നു പറഞ്ഞത്? യഹൂദന്മാരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ചിലതൊക്കെ ശരിയല്ല എന്ന് യേശു തുറന്നു പറഞ്ഞു. അതുകൊണ്ടാണ് അവർ യേശുവിനെ ശത്രുവായിട്ട്, എതിരാളിയായിട്ട് കണ്ടത്, അവനെ നശിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചത്. തങ്ങളുടെ
ആചാരാനുഷ്ഠാനങ്ങളെയും തങ്ങളുടെ തട്ടിപ്പുകളെയും തങ്ങളുടെ കുതന്ത്രങ്ങളെയും ഒക്കെ തിരിച്ചറിയുന്ന യേശുക്രിസ്തു ജീവിച്ചിരുന്നാൽ തങ്ങളുടെ സ്ഥാനങ്ങൾ ഇല്ലാതാകും എന്നവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ യേശുവിനെ കൊല്ലാൻ തീരുമാനിച്ചത്. അതല്ലാതെ എന്തെങ്കിലും അനീതി ചെയ്തതുകൊണ്ടോ പറഞ്ഞതുകൊണ്ടോ അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടുമല്ല. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പൗലോസ് പറഞ്ഞ്, ഞാൻ ആദ്യം വന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സസന്തോഷം സ്വീകരിച്ചില്ല, ദൈവദൂതനെ പോലെ എന്നെ സ്വീകരിച്ചു, യേശുക്രിസ്തുവിനെ പോലെ സ്വീകരിച്ചു. ഇന്ന് ആ സന്തോഷത്തിന് എന്താ പറ്റിയേ? അത് പറയുകയാണ്, പൗലോസ് തന്നെ ഉത്തരം പറയുകയാണ്, കാരണം ഞാൻ നിങ്ങളോട് ചില സത്യങ്ങൾ പറഞ്ഞു. ആ സത്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സത്യമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ലോ. അത് യേശുക്രിസ്തുവിൻ്റെ സത്യമായിരുന്നെങ്കിലും ആണെങ്കിലും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെയാണ് ഈ പ്രശ്നം. യേശുവിലായിരിക്കുന്നവർ പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടികൾ പഴയ ചില ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ വേണ്ട എന്ന് വെക്കണം. നമ്മളിന്ന് വായിച്ച ആ 4-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം മുതൽ ഒന്നുകൂടി വായിക്കാം നമുക്ക്. ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവം അല്ലാത്തവയെ സേവിച്ചു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രാപഞ്ചിക ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? എന്നിട്ട് എന്താണ് അവിടെ പ്രശ്നം? ഒരിക്കൽ കൂടി അവയുടെ സേവകരാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പറയുക മാത്രമല്ല, അവർ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ എന്താണത്? നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, ഋതുക്കൾ, വർഷങ്ങൾ ഒക്കെ ആചരിക്കുന്നു പോലും. നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വെറുതെ ആയിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഋതുക്കൾ, ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അവരുടെ ചില പ്രത്യേക ദിവസങ്ങളൊക്കെ ആചരിച്ചിരുന്നവർ. നമുക്കറിയാം, വർഷത്തിലെല്ലാ ദിവസവും ഒരുപോലെ വിശുദ്ധമല്ലേ? വർഷത്തിലെല്ലാ ദിവസവും ഒരുപോലെ ദൈവം തന്നതല്ലേ? അതിന് സാബത്ത് ദിവസമല്ല, ഞായറാഴ്ച ദിവസം, കർത്താവിൻ്റെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ആചരിക്കണം, തീർച്ചയായിട്ടും. പക്ഷേ അതിൽ കൂടുതൽ മറ്റ് ദിവസങ്ങൾക്ക് പ്രാധാന്യം വേണമോ? ഇവിടെ നമുക്ക് വളരെ പ്രായോഗികമായ ഒരു ചിന്തയിലേക്ക് കൂടി ഒരു പക്ഷേ കടന്നു വരേണ്ടതുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായത്തിലാണ് ജൂബിലിയെക്കുറിച്ചുള്ള പരാമർശമുള്ളത്. ജൂബിലി. പക്ഷേ ആ ജൂബിലി എന്ന് പറയുന്നത് എത്രാമത്തെ വർഷമാണത്? 50-ാമത്തെ വർഷമാണ്. അതിൻ്റെ പിന്നിൽ ദൈവം ഒരു വലിയ ദൈവശാസ്ത്രം തന്നെ കൊടുത്തിട്ടുണ്ട്. 7 ദിവസങ്ങൾ കഴിഞ്ഞു 7-ാമത്തെ ദിവസമാണ് സാബത്ത്. അതുപോലെ 7 വർഷങ്ങൾ കഴിഞ്ഞു വരുന്നത് ഒരു സാബത്ത് വർഷമാണ്. ഇനി ആ 7 പ്രാവശ്യം 7 കഴിഞ്ഞു വരുന്നതോ അത് 50-ാമത്തെ വർഷം, അത് ജൂബിലിയുടെ വർഷമാണ്. ആ ജൂബിലി വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് 25-ാം അധ്യായം നിയമാവർത്തന പുസ്തകം പറയുന്നത്. അപ്പോൾ ഇത് ഈ സാബത്തുമായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധവുമായിട്ടൊക്കെ ചേർന്ന് പോകുന്ന ഒരു ആചരണമായിരുന്നു ഈ ജൂബിലി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എന്തെല്ലാം ജൂബിലികൾ കൊണ്ടുവന്നിരിക്കുന്നു. ഗോൾഡൻ ജൂബിലി, സുവർണ ജൂബിലി, പിന്നെന്താണ് വെള്ളി, ഈ സിൽവർ ജൂബിലി, ഡയമണ്ട് ജൂബിലി, റൂബി ജൂബിലി, അങ്ങനെ നമ്മൾ അർത്ഥമില്ലാത്ത കുറേ അധികം ദിവസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വാർഷികങ്ങൾ, നമ്മളൊരുപാട് വാർഷികങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ അനേകം ദിവസങ്ങൾ. ഇനി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ക്രിസ്തുവിലായിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഇതിനൊക്കെ എന്താ പ്രസക്തിയുള്ളത്? നമ്മളുടെയൊക്കെ ബർത്ത്ഡേ തീർച്ചയായിട്ടും ഓർക്കേണ്ട ദിവസമാണത്. അല്ലെങ്കിൽ നാമഹേതുക ദിനം ഓർക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ പ്രശ്നം എന്താ പറ്റിയത്? നമ്മൾ ഈ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുന്നതിന് പകരം യേശുവിൻ്റെ കണ്ണിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടതിന് പകരം നമ്മൾ അതിനെയെല്ലാം പൂർണ്ണമായിട്ടും മാനുഷികവൽക്കരിച്ച് കഴിഞ്ഞു. 50-ാം വർഷം ജൂബിലി ആകണമെന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ പൂർണ്ണമായിട്ടും മാനുഷികവൽക്കരിച്ച് കഴിഞ്ഞു. അതിൻ്റെ ദൈവികമായിട്ടുള്ള അംശത്തിലേക്കൊന്നും കാര്യമായിട്ട് നമ്മൾ കടന്നു പോകുന്നില്ല. മാത്രമല്ല, കേവലം ആഘോഷിക്കാൻ വേണ്ടി മാത്രമായി മറ്റനേകം ജൂബിലികൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു.
ഈ ഓരോ ജൂബിലിയോടനുബന്ധിച്ചും നമ്മൾ പണം ചെലവഴിക്കും, നമ്മൾ വലിയ പ്രപഗാന്ത പരസ്യങ്ങൾ കൊടുക്കും, നമ്മളതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തും. അതുകൊണ്ട് എന്താണൊരു ആധ്യാത്മികമായ ഭൗതികമായ നേട്ടം എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു ക്രൈസ്തവ വ്യക്തിയെ സംബന്ധിച്ച് ഇതിനുള്ള അർത്ഥം എന്താണ്? അതല്ലേ പലപ്പോഴും നമ്മൾ ചില വാർഷികങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് ആചരിക്കും. നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ഭൗതികമായ അല്ലെങ്കിൽ ആധ്യാത്മികമായ നേട്ടം എന്താണ്? ചുമ്മാ ചിന്തിച്ച് നോക്കേണ്ടതാണ്. നമ്മൾ ആരെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും ഒന്നും ആഘോഷിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് അതാഘോഷിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ദൈവികമായ ചിന്തയുണ്ടാകണം. നിർഭാഗ്യവശാൽ ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ്? എല്ലാം ചിലരുടെയൊക്കെ പ്രസിദ്ധിക്ക് വേണ്ടിയിട്ട്, പരസ്യത്തിന് വേണ്ടിയിട്ടാണ് അതെല്ലാം ഉപയോഗിക്കപ്പെടുക. നമ്മുടെ കല്യാണത്തിൻ്റെ ആയാലും പട്ടത്തിൻ്റെ ആയാലും വ്രതവാഗ്ദാനത്തിൻ്റെ ആയാലുമൊക്കെ ഈ വാർഷികങ്ങളും ജൂബിലികളുമൊക്കെ അതിഗംഭീരമായിട്ട് ആചരിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതിലൂടെ എന്ത് ആധ്യാത്മികമായ നേട്ടം നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സമൂഹത്തിന് ഉണ്ടായി എന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. കുടുംബത്തെ സംബന്ധിച്ച് നമ്മൾ പറയും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാനുള്ളൊരു അവസരമാണ്, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത് വൃഥാവിലായിപ്പോയോ എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. മാത്രമല്ല, നിങ്ങളെൻ്റെ ശത്രുക്കളായിട്ട് മാറി, ഞാൻ നിങ്ങളുടെ ശത്രുവായിട്ട് മാറി. പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ഈ പ്രവണത തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ ശത്രുവായി. അല്ലേ? ഇത് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു കാര്യം തെറ്റാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാകും. എതിർക്കും അതിനെല്ലാം. സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. കുടുംബത്തിലാണെങ്കിലും മക്കൾ പറയും ഇന്നത് വേണം, പപ്പ പറയും അത് വേണ്ട. വേണ്ടെന്ന് പറയുമ്പം പപ്പായ്ക്ക് ഞങ്ങളോട് സ്നേഹമില്ല, അതുകൊണ്ടാണ്. ഉടനെ വ്യാഖ്യാനം വന്നു കഴിഞ്ഞു. പിന്നെ ശത്രുക്കളായി അവർ തമ്മിൽ. പപ്പ വിളിച്ച വരില്ല, മിണ്ടുകയില്ല, അങ്ങനെ അങ്ങ് പോകും. ഞാൻ ഓർക്കുന്ന ഒരിക്കൽ അമേരിക്ക സന്ദർശിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കുടുംബനാഥനോട് പറഞ്ഞ കാര്യം, ആ ഇടയ്ക്കാണ് ഈ ഹാരി പോട്ടർ എന്ന് പറയുന്ന സിനിമയുടെ 1ാം ഭാഗം അവിടെ ആദ്യമായിട്ട് റിലീസ് ചെയ്തത്. അതവർ പാതിരായ്ക്ക് ആണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. അന്ന് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ വലിയ പരസ്യമൊക്കെ കൊടുത്തിരുന്നു, പത്രത്തിലൂടെയും ടി വിയിലൂടെയും എല്ലാം. എന്നിട്ട് ഈ ഹാരി പോട്ടർ ധരിച്ചിരുന്ന തരത്തിലുള്ള ഉടുപ്പ്, വസ്ത്രം ഇട്ടുകൊണ്ട് കുട്ടികളെല്ലാം അന്ന് പാതിരായ്ക്ക് തിയേറ്ററുകളിൽ ഈ സിനിമ കാണാൻ പോകണം. വലിയ പരസ്യമായിരുന്നു. അതിന് വേണ്ടി അവർ കടകളിലൊക്കെ അത്തരത്തിൽ ഉടുപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വിൽപ്പനയ്ക്ക്. ഞാൻ ചെന്ന വീട്ടിൽ 3 കുട്ടികളാണ്, മൂത്തൊരു പെൺകുട്ടി, മറ്റു 2 ആൺകുട്ടികൾ. അപ്പോൾ ഈ ഇളയ ആൺകുട്ടി, അന്ന് ചെറുതാണ്, അവൻ പപ്പായോട് പറഞ്ഞു, ഈ ഉടുപ്പ് മേടിച്ചതൊന്ന് പാതിരായ്ക്ക് എന്നെ സിനിമ കാണിക്കാൻ കൊണ്ടുപോകണം. പപ്പ പറഞ്ഞു, അത്രയും വേണോ? പാതിരായ്ക്ക് നമുക്ക് പോകണോ? ഈ ഉടുപ്പ് തന്നെ ഇടണം നിർബന്ധമാണോ? നിർബന്ധമാണ്. അവസാനം വലിയ വില കൊടുത്ത് ഈ ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്ത് അവനെയും കൊണ്ട് ഈ സിനിമ കാണാൻ പോയി. ഓർക്കുക, ആ കുട്ടിക്ക് അന്ന് ഈ ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ, പാതിരായ്ക്ക് സിനിമ കാണിക്കാൻ കൊണ്ടുപോയില്ലെങ്കിൽ അവൻ്റെ ശത്രുവായി മാറും പപ്പ. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല എന്ന് നമുക്കറിയാം. ഇതെല്ലാം പരസ്യത്തിൻ്റെ കെണിയിൽ വീണ് പോയ ഒരു കുട്ടിയുടെ കാര്യമാണ്. ഇതുപോലെ തന്നെ നമ്മൾ അനുദിന ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കെണിയിൽ വീണ് ദൈവത്തെ നമ്മുടെ ശത്രുവായിട്ട് കാണാം. നമുക്കറിയാം, ഈ കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ച് ഒരുപാട് പരിമിതികളുണ്ട് ഓരോ കാര്യം ചെയ്യുമ്പോൾ. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മളത് സ്വീകരിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് നമുക്കും വേണ്ട. കാരണം ഈ യേശു പറയുന്ന ഡിമാൻഡ്സ്
ധാർമ്മികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അത് വളരെ ഉയർന്നതാണ്. നമുക്ക് ആ മാനദണ്ഡങ്ങളൊക്കെ സ്വീകരിക്കാൻ പറ്റുകയില്ലായിരിക്കാം. അതുകൊണ്ടാണ് അതിനെല്ലാം നമ്മൾ ഗ്രേഡ് കുറച്ച് കൊണ്ടുവരണമെന്ന് പലപ്പോഴും പറയുക. അപ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ല. യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചറിയാം. ലേഖനങ്ങൾ യോഹന്നാൻ എഴുതിയ ലേഖനങ്ങൾ വായിച്ച് നോക്കുക. അവിടെ പറയുന്നൊരു കാര്യവും നമുക്കറിയാം. അന്നത്തെ സഭയിൽ നടന്നിരുന്ന കാര്യങ്ങളാണ്. അന്നത്തെ സഭയിലെ അംഗങ്ങൾ ചിന്തിച്ചിരുന്ന കാര്യങ്ങളാണ്. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ഏതാണ്ട് 2-3 തലമുറകളൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോഴേക്കും അവർക്ക് ആദ്യകാലത്തുണ്ടായിരുന്ന ആ ഒരു എന്തൂസിയാസം, ആവേശമൊന്നും ഉണ്ടായില്ല പിന്നെ വിശ്വാസം ജീവിക്കാൻ. ഇവിടെ ഈ ഗലാത്യരോട് പൗലോസ് പറയുന്നത് പോലെ തന്നെ അവരുടെ ആ ഒരു ആവേശമൊക്കെ തണുത്തുപോയി. പിന്നെ അവർ പറയുകയാണ്, ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഇത്രയൊക്കെ എന്തിനായത്, അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ അവർ പറയാൻ തുടങ്ങിയപ്പോഴാണ് യോഹന്നാൻ തൻ്റെ ലേഖനങ്ങൾ എഴുതുന്നത്. അങ്ങനെയുള്ള പ്രവണതകൾക്ക് എതിരെയാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ ശത്രുവായി മാറാം, ജനത്തിൻ്റെ ശത്രുവായി മാറാം. തിന്മയ്ക്കെതിരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ തിന്മ നമ്മളുടെ നേരെ ശത്രുവായി തിരിഞ്ഞു വരും എന്നത് വളരെ വ്യക്തമാണ്. കർത്താവിൻ്റെ ജീവിതത്തിൽ അതുതന്നെയാണ് സംഭവിച്ചത്. നമ്മൾ മുമ്പേ പറഞ്ഞത്, കർത്താവിൻ്റെ ജീവിതത്തിൽ ആദ്യമൊക്കെ അപ്പസ്തോലന്മാർ വലിയ കാര്യമായിട്ട് സ്വീകരിച്ചു. യൂദാസിൻ്റെ കാര്യം പോലും എടുക്കുക. അവനും ആദ്യകാലത്തൊക്കെ നന്നായിട്ടൊക്കെ ചേർന്ന് പോയതാണ്. സംഘത്തിൻ്റെ പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു. ഈ യൂദാസിനെ കുറിച്ച് പറയുന്നത്, അവൻ അന്നത്തെ ആ സമൂഹത്തിലൊരു സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അവനെ പണസഞ്ചി ഏൽപ്പിച്ചെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ അപ്പസ്തോലന്മാരും കർത്താവും കൂടെ പോകുന്ന വഴിക്ക് ഭക്ഷണമൊക്കെ കഴിക്കണമല്ലോ, പണമൊന്നുമില്ല. അപ്പോൾ ഈ യൂദാസിന് ഒരുപാട് സ്വാധീനം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ആയിരുന്നു ഇതൊക്കെ ഏർപ്പാടാക്കിയിരുന്നത്. ആ ശമയോൻ്റെ ഭവനത്തിലൊക്കെ അതൊക്കെ യൂദാസിൻ്റെ ഒരു കഴിവ് കൊണ്ട് സംഘടിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ യൂദാസ് പോലും ആദ്യകാലത്തൊക്കെ ഒരുപക്ഷെ നല്ല പ്രതീക്ഷയോടുകൂടിയായിരിക്കാം യേശുവിൻ്റെ കൂടെ കൂടിയത്. പക്ഷെ പിന്നീട് യേശു തൻ്റെ സത്യം തുറന്നു പറയാൻ തുടങ്ങിയപ്പോൾ യൂദാസിൻ്റെ മനസ്സ് മാറി, യൂദാസിൻ്റെ ഭാവം മാറി. യൂദാസ് നിങ്ങൾക്കറിയാവുന്നതുപോലെ അന്നത്തെ ഒരു തീവ്രവാദ സംഘത്തിലെ അംഗമായിരുന്നു. സെലറ്റ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഇസ്രായേലിൽ, യഹൂദന്മാരുടെ ഇടയിൽ. ആ സംഘത്തിലെ അംഗമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യൂദാസിൻ്റെ ഒക്കെ മനോഭാവത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിക്കാണാൻ വഴിയില്ല. വാളും കുന്തവും അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്ത് റോമ സാമ്രാജ്യത്തിലെ അധികാരികളെ അവിടെ നിന്ന് ഓടിക്കണമെന്നും പലസ്തീനായിൽ നിന്ന് ഓടിക്കണമെന്നും പലസ്തീനായെ സ്വതന്ത്രമാക്കണമെന്നും ഒക്കെ വിചാരിച്ചിരുന്ന ഗ്രൂപ്പുകളാണിവർ ഈ യുദ്ധത്തിലൂടെ തന്നെ. അപ്പോൾ അവനെപ്പോലെയുള്ളവർ ഈശോയുടെ കൂടെ കൂടിയത് മുഴുവനും അങ്ങോട്ട് മനസ്സ് മാറിയിട്ടൊന്നുമല്ല. എങ്കിലും ആദ്യകാലത്തൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി വരികയാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോയപ്പോൾ യേശുവിനെ താൻ കണ്ടതുപോലെ അല്ല കാണേണ്ടത് എന്ന് യൂദാസിന് മനസ്സിലായി കാണും. താൻ വിചാരിച്ചതുപോലെ ഇവൻ വലിയ വിപ്ലവമൊന്നും നടത്തി റോമാക്കാരെ പലസ്തീനായിൽ നിന്ന് ഓടിച്ച് അവിടെ ഒരു വലിയ തേനും പാലും ഒഴുകുന്ന സാമ്രാജ്യമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അവൻ എപ്പോഴും പറയുന്നത് മരിക്കുന്നതിനെക്കുറിച്ചാണ്, കുരിശിൽ മരിക്കുന്നതിനെക്കുറിച്ച്, ഒരു കുറ്റവാളിയെപ്പോലെ മരിക്കുന്നതിനെക്കുറിച്ച്. അവനെപ്പോഴും പറയുന്നത് ക്ഷമിക്കുന്നതിനെക്കുറിച്ചാണ്. അവനെപ്പോഴും പറയുന്നത് ശത്രുവിനെ പോലും സ്നേഹിക്കുന്നതിനെക്കുറിച്ചാണ്. തങ്ങളുടെ ശത്രുവാണ് റോമാക്കാർ, അവരെങ്ങനെ സ്നേഹിക്കാൻ കഴിയും? ഇതൊക്കെ കേട്ടപ്പോൾ യൂദാസിന് സ്വാഭാവികമായിട്ടും മനസ്സിൽ യേശുവിനെതിരെ ഒരു ശത്രുത ഉടലെടുത്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവസാനം അവൻ രണ്ടും കൽപ്പിച്ച് 30 വെള്ളിക്കാശിന് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നത്. ഒരുപക്ഷെ അവൻ ചിന്തിച്ച് കാണാം, അങ്ങനെയെങ്കിലും ഈശോ ഒരു അത്ഭുതമൊക്കെ പ്രകടിപ്പിച്ച് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകട്ടെ, അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും അവൻ ഒരു രാജാവാകാനുള്ള പരിശ്രമം നടത്തും, അങ്ങനെയെങ്കിൽ തങ്ങൾക്കും ആ രാജ്യത്തിൽ വലിയ സ്ഥാനങ്ങൾ കിട്ടും. ഇതൊന്നും നടക്കുന്നില്ല എന്ന് യൂദാസിന് ബോധ്യമായപ്പോൾ പിന്നെ ഇനി നോക്കിയിട്ട് കാര്യമില്ല, അവൻ ശത്രുവായി മാറുകയാണ്. ആ ശത്രുത എങ്ങനെ അവൻ കാണിക്കുന്നത്? ചുംബിച്ചുകൊണ്ട് ഒറ്റിക്കൊടുക്കുകയാണ്. അതായത് ശത്രു ആണെങ്കിലും ആ ശത്രുത മറച്ചു വെച്ചിട്ട് തൻ്റെ ഗുരുവിനെ അവൻ
സാധാരണഗതിയിൽ അഭിവാദനം ചെയ്യുന്നത് പോലെ, ഗ്രീറ്റ് ചെയ്യുന്നത് പോലെ കവിളത്ത് ചുംബിക്കുകയാണ്. അപ്പോൾ അവൻ ശത്രുവായി മാറിയെന്ന് മാത്രമല്ല, ആ ശത്രുത വളരെ കൗശലത്തോടു കൂടിയിട്ട് സമൃദ്ധമായിട്ട് അവൻ ഒളിച്ചു വയ്ക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അവൻ ആ ശത്രുത ഒളിച്ചു വെച്ചുകൊണ്ട് യേശുവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. ഇത് ഇന്നും അന്നും ഒക്കെ പ്രസക്തമാണ്. തെളിഞ്ഞും ഒളിഞ്ഞുമൊക്കെ ഒറ്റിക്കൊടുക്കപ്പെടാം, ശിക്ഷിക്കപ്പെടാം, അല്ലെങ്കിൽ ശത്രുവായി മാറാം. ഇതിലൊന്നും ഒരത്ഭുതമില്ല. യോഹന്നാൻ്റെ കാര്യം എടുക്കുക, യോഹന്നാൻ മാംദാനയുടെ കാര്യം. യോഹന്നാൻ മാംദാൻ ഇത് തന്നെയാണ്. ഹെരോദേസ് അവനെ ഇഷ്ടപ്പെട്ടിരുന്നു, അവൻ്റെ വാക്കുകൾ കേൾക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ സഹോദരൻ്റെ ഭാര്യയെ സ്വീകരിച്ചത് അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അതത്ര അങ്ങോട്ട് പിടിച്ചില്ല. ഇനി ആ സഹോദരൻ്റെ ഭാര്യയ്ക്കാണെങ്കിലോ, ഹെരോദിയായിക്ക്, അവൾക്ക് ഒട്ടും അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവൾ എന്താ ചെയ്തത്? പറ്റിയ അവസരം വന്നപ്പോൾ യോഹന്നാൻ്റെ തല വേണമെന്ന് മകളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ശത്രുത വന്നു കഴിഞ്ഞാൽ അതെവിടം വരെ പോകാമെന്നുള്ളതിന് തെളിവാണിത്. നമുക്കൊരു ശത്രുത കയറിക്കഴിഞ്ഞാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നില്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ, നമ്മുടെ തിന്മകളെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ആ ഒരു ഭാവം ഒരു പൈശാചികമായിട്ട് രൂപാന്തരപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറയും, ലോകത്തിന് നിങ്ങളെ ദ്വേഷിക്കാൻ കഴിയില്ല, എന്നാൽ അത് എന്നെ ദ്വേഷിക്കുന്ന കാരണം എന്താണ്? അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണ് എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് അതെന്നെ ദ്വേഷിക്കുന്നു. യേശുവിനെ കൊല്ലാനായിട്ട് അവരാലോചിച്ചത് എന്തെങ്കിലും തിന്മ ചെയ്തിട്ടല്ല, നേരെ മറിച്ച് അവരുടെ പ്രവൃത്തികൾ തിന്മയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ജെറൂസലം ദേവാലയത്തെ അവർ, പരിപാവനമായ ദൈവാരാധന നടക്കേണ്ട സ്ഥലത്തെ അവർ കച്ചവട സ്ഥലമാക്കിയത് കൊണ്ടാണ്. പ്രാവുകളെയും ആടുകളെയും ഒക്കെ വിറ്റിരുന്ന സ്ഥലം, നാണയങ്ങൾ, വിവിധ രാജ്യങ്ങളുടെ നാണയങ്ങൾ മാറ്റിക്കൊടുത്തിരുന്ന സ്ഥലം, അങ്ങനെ അതെല്ലാം കച്ചവട സ്ഥലമായി മാറുകയാണ്. കള്ളന്മാരുടെ ഗുഹയായെന്ന് പറയുന്നു. കച്ചവടത്തിൽ കള്ളത്തരം കാണിക്കുമ്പോൾ അത് കള്ളന്മാരുടെ ഗുഹയാകുന്നു. സർവ്വജനത്തിനും വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടേണ്ട ഈ ജെറൂസലം ദേവാലയത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു, നിങ്ങൾ കച്ചവട സ്ഥലമാക്കി തീർത്തിരിക്കുന്നു. അത് പറഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് വിരോധമുണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അവർ ചോദിച്ചു, ആ മേശകളൊക്കെ തട്ടിമറിക്കുകയൊക്കെ ചെയ്തപ്പോൾ നിനക്ക് എന്ത് അധികാരം ഇതൊക്കെ ചെയ്യാനുള്ളത്? അതേപോലെ ഈശോയുടെ ഉത്തരം നമുക്കറിയാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഇവനെ കൊല്ലണം എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ അവർ പീലാത്തോസിന് മുമ്പിൽ കള്ളവാദങ്ങൾ ഉന്നയിക്കുന്നത്, കുറ്റാരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അവിടെ പറഞ്ഞത് എന്താണ്? ഇവൻ സീസറിന് നികുതി കൊടുക്കരുതെന്ന് പറഞ്ഞു. കൊടുക്കരുതെന്ന് പറഞ്ഞോ? കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്? അവൻ ആകണമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാൻ രാജാവല്ലെന്നല്ലേ പറഞ്ഞു. ജനം അവനെ രാജാവാക്കാൻ നോക്കിയപ്പോൾ അവൻ കടന്നു പോവുകയല്ലേ ചെയ്തത്. പക്ഷേ ഇവരെന്തുകൊണ്ടാണ് ഇവരെ ഈ പീലാത്തോസിൻ്റെ മുമ്പിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? കാരണം അവർക്കാവശ്യം യേശുവിനെ കൊലക്കുറ്റത്തിന് വിധിച്ച് കൊല്ലാനായിട്ട് വിട്ടുകിട്ടുകയാണ്. അത് ചുമ്മാ വേറെന്തെങ്കിലും പറഞ്ഞാലൊന്നും റോമാക്കാർ കൊല്ലാൻ വിധിക്കുകയില്ല. അതിന് അവർ കണ്ടുപിടിച്ച മാർഗമാണ് ഈ തെറ്റായ അടിസ്ഥാനരഹിതമായ കുറ്റാരോപണങ്ങൾ നടത്തുക എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണ്? ഈശോ അവരോട് സത്യം പറഞ്ഞു, അവരുടെ പ്രവൃത്തികൾ തിന്മയാണ് എന്ന്. അതുകൊണ്ട് അവർ ശത്രുവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. ഒരു ക്രൈസ്തവ വിശ്വാസി സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഇതെല്ലാം ഇന്നും അനുഭവിക്കേണ്ടി വരും. പൊതുസമൂഹത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെയും ഇതനുഭവിക്കേണ്ടി വരും. ഓർക്കുക, മനുഷ്യനെന്നും എല്ലായിടത്തും ഒരുപോലെയാണ്. എങ്കിലും നമ്മൾ ക്രിസ്തു വിശ്വാസികളാണെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കണം, അല്ലെങ്കിൽ ചെറുത്ത് നിൽക്കണം. നമുക്കതിന് കഴിയണമെങ്കിൽ കർത്താവ് തന്നെ നമ്മളോട് കൂടിയായിരിക്കണം. ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. ദൈവം നമ്മളോട് കൂടി ഉണ്ടെങ്കിൽ ആർക്ക് എന്ത് നമുക്കെതിരെ ചെയ്യാൻ കഴിയും? ശരീരത്തെ കൊന്ന് തീയിലെറിയാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടേണ്ട. നേരെ മറിച്ച് ആത്മാവിനെ കൊന്ന് നരകത്തിലെ തീയിലേക്ക് എറിയാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടണം.
നന്ദി.